നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. തൈറോയിഡ് ശസ്ത്രക്രിയ ചെയ്ത യുവതിയുടെ നെഞ്ചിനകത്ത് 50 സെന്റിമീറ്ററോളം നീളമുള്ള കേബിൾ കുടുങ്ങി. സംഭവം അറിയുന്നത് അസ്വസ്ഥത തുടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞുള്ള എക്സ്റേ പരിശോധനയിൽ. തൈറോയിഡ് മുഴുനീക്കം ചെയ്യാനായി ശസ്ത്രക്രിയ ചെയ്ത കാട്ടാക്കട കിള്ളി തൊളിക്കോട്ട് കോണത്ത് റസിയ മൻസലിൽ 26 വയസ്സുള്ള സുമയ്യയാണ് ശസ്ത്രക്രിയയിൽ ഡോക്ടറുടെ പിഴവ് മൂലം ഇപ്പോൾ ജീവിത ദുരിതം നേരിടുന്നത്. 2023 മാർച്ച് 22-നാണ് സുമയ്യ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡ് സംബന്ധമായി മുഴുനീക്കം ചെയ്യാനായി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. 4 ദിവസം അബോധാവസ്ഥയിലായിരുന്ന സുമയ്യയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ശരീരമാകെ നീര് വന്ന് നടക്കാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു. ഇതിനായി ഏറെ നാളത്തെ ചികിത്സയ്ക്കൊടുവിലാണ് സാധാരണ നിലയിലെത്തിയത്. തുടർന്ന് അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ഒരു ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുകയും ചെയ്തു. അന്നത്തെ ചികിത്സയിൽ ഇതോടെ സംശയം തോന്നിയ ബന്ധുക്കൾ ചികിത്സയ്ക്കിടെ പലതവണ സുമയ്യയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചിരുന്നു. അപ്പോഴെല്ലാം ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞതാണ് പ്രശ്നമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. തുടർന്ന് അടുത്തിടെയായി ശ്വാസതടസ്സവും ചുമയും കാരണം വീടിനടുത്ത് ഡോക്ടറെ സമീപിച്ചു. ഡോക്ടറുടെ പരിശോധനയിൽ സംശയം തോന്നുകയും തുടർന്ന് എക്സ്റേ, സ്കാനിംഗ് പരിശോധനകൾ നടത്തുകയും ചെയ്തപ്പോഴാണ് നെഞ്ചിനകത്ത് 50 സെന്റിമീറ്ററോളം നീളമുള്ള കേബിൾ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയത്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിട്ടുണ്ടോ എന്ന ഡോക്ടറുടെ ചോദ്യത്തിന് മറുപടിയായാണ് തൈറോയിഡ് മുഴുനീക്കം ചെയ്യാനായി ശസ്ത്രക്രിയ ചെയ്ത വിവരം ഡോക്ടറോട് പറയുന്നത്. തുടർന്ന് ശസ്ത്രക്രിയ ചെയ്ത തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ തന്നെ സമീപിച്ചു. കാര്യങ്ങൾ പറയുകയും എക്സ്റേ, സ്കാനിംഗ് പരിശോധനകൾ നടത്തിയ റിപ്പോർട്ടുകളും നൽകി. ട്യൂബ് നീക്കം ചെയ്യാമെന്നും പേടിക്കാനൊന്നുമില്ലെന്നായിരുന്നു ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ സുമയ്യയോട് പറയുന്നത്. എന്നാൽ തുടർ പരിശോധനകളും ശസ്ത്രക്രിയയിലൂടെയും ട്യൂബ് നീക്കം ചെയ്യുന്നതും സങ്കീർണമാണെന്നും ഡോക്ടർമാരുടെ സംഭാഷണത്തിൽ നിന്ന് സുമയ്യയ്ക്കും ബന്ധുക്കൾക്കും ബോധ്യപ്പെട്ടതോടെയാണ് പരാതിയുമായി ഇവർ രംഗത്തിറങ്ങിയത്. 2023 22-ാം തീയതി ഞാൻ ജലാശ്രയ രാജീവ് കുമാർ എന്നുള്ള ഡോക്ടറിനെയാണ് കാണിച്ചത്. അവരെ കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരു തൊണ്ടയിലൊരു മുഴയുണ്ട്, അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഓപ്പറേഷൻ 2023 22-ാം തീയതി എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷനിൽ ഗ്രന്ഥിയോടെ എടുത്ത് മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ICUലൊക്കെ ആയിരുന്നു, ഒരുപാട് ക്രിട്ടിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ 8 ദിവസം ഞാൻ ICU നെറ്റിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ പോയി. പിന്നെ ഈ 2 വർഷക്കാലം കൊണ്ട് ഞാൻ ഈ ഡോക്ടറിനെ തന്നെയാണ്, കാൽഷ്യം കുറവാണ് എനിക്ക്, അപ്പൊ ആ ഡോക്ടറിനെ തന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് ഈ മാർച്ച് 2025 മാർച്ചിൽ എനിക്ക് ഒരു കഫക്കെട്ടുണ്ടായി. അപ്പൊ ഞാൻ വീടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ അവർ എക്സ്റേ എടുക്കാൻ വേണ്ടി എത്തുന്നു. അപ്പൊ എക്സ്റേ എടുക്കാൻ പോയപ്പോഴാണ് ഇവിടെ എന്റെ നെഞ്ചിൽ ഒരു വലത് സൈഡിലായിട്ട് ഒരു സ്റ്റെന്റ് കിടക്കണമായിട്ട് അവർ പറഞ്ഞു. പ്രത്യേകിച്ച് ഇതുപോലെ എന്തെങ്കിലും ഹാർട്ടിന് സർജറി എന്തെങ്കിലും മുമ്പ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. അത് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കണമെന്ന്. അങ്ങനെ ഞാൻ എന്നെ ഈ സർജറി ചെയ്ത ഡോക്ടറിന്റെ അടുത്ത് തന്നെ ഞാൻ പോയി കാണിച്ചപ്പോ ഈ ഡോക്ടർ ചോദിച്ച് ഇതെന്ത് പറ്റി ഇയാൾക്ക്, ഇതെങ്ങനെ വന്നത്, ഇയാൾക്ക് മുമ്പ് ഹാർട്ടിന്റെ സർജറി എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആളാണോ? ഞാൻ ഇല്ല, എനിക്ക് തൈറോയിഡിന്റെ സർജറി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ശരി. അപ്പൊ ഞാൻ ഇരിക്കെ തന്നെ ഡോക്ടർ വേറെ ഫോൺ എടുത്ത് വേറെ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ച് ഇന്ന ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണെന്ന കാര്യം പറഞ്ഞെല്ലാം ചെയ്തതിനു ശേഷം എന്നെ സമാധാനപ്പെടുത്തി, കുഴപ്പമില്ല, ഇത് പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല, നമുക്കിത് ആരടുത്തും പറയണ്ട, ഞങ്ങളിത് റിമൂവ് ചെയ്ത് തരാം, ഇത് തുറന്ന് പിന്നെ ചെറിയ കീ ഹോൾ സർജറി ചെയ്തു തരാം, നിസ്സാരമായിട്ടുള്ള പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല, നിസ്സാരം തന്നെ എന്നെല്ലാം പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന അതേശം ഈ ഡോക്ടർ പറഞ്ഞ് ശ്രീചിത്രയിൽ കാണിക്കാൻ പറഞ്ഞു. അത് അവിടെ പോയി അവിടെ എടുത്തു തരുമെന്ന് പറഞ്ഞിട്ട് നാരോന്ന് മറ്റൊരു സിസ്റ്റം ഉണ്ട്, അതുവഴി ഇങ്ങനെ അവർ എടുത്തു തരും. അതുകൊണ്ട് അവിടെ പോകുമ്പോൾ ഈ ഡോക്ടർ തന്നെയാണ് എന്നെ ശ്രീചിത്രയിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് എന്നെ അവിടെ കാണിച്ചതെന്നും എല്ലാം കാണിച്ച്. അപ്പം ആദ്യം എന്നെ കാർഡിയോളജി ഡോക്ടറിനെ അടുത്ത് കാണിച്ച്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ് എക്സ്റേ കണ്ടിട്ട് വന്ന് ഡിജിറ്റൽ എക്സ്റേ എടുക്കണം. അങ്ങനെ ഡിജിറ്റൽ എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് അപ്പോഴാണ് കണ്ടുപിടിച്ചത് ഈ 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഗൈഡ് വയറാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പൊ ആ ഡോക്ടർ ഉടനെ CT എടുക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നു. പിന്നെ CT എടുത്തപ്പം പറയുന്നത് അതുവരെ എടുക്കാം എന്നാ പറഞ്ഞു. CT റിപ്പോർട്ട് കണ്ടതിന് ശേഷം കാണിച്ചു ഇത് എടുക്കാൻ പറ്റത്തില്ല, ഇത് രക്തക്കുഴലിനകത്താണ് കിടക്കുന്നത്, ഇത് ഇതുമായിട്ട് ഒട്ടിപ്പോയി, പിന്നെ ഹാർട്ടിന്റെ സൈഡിലും ചെറുതായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കീഹോൾ വഴി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഹാർട്ടിന് ബ്ലീഡിംഗ് ഉണ്ടാവും.
അതുകൊണ്ട് ഇത് എടുക്കുന്നത് വലിയ റിസ്ക്കാണ്. ഇതവിടെ കിടന്നോട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. എനിക്ക് ഇത് കിടക്കണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എനിക്ക് ശ്വാസമുട്ടുണ്ട്, എനിക്ക് നടക്കുമ്പോഴൊക്കെ ഭയങ്കര കിതപ്പൊക്കെയാണ്. പിന്നെ എനിക്ക് കാലിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നീരൊക്കെ വരാറുണ്ട്. അപ്പം എനിക്ക് ഒരുപാടൊന്നും നടക്കാൻ പറ്റത്തില്ല, ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം ഈ ഡോക്ടറിനെ തന്നെ ഞാൻ വീണ്ടും കാണിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഇതുപോലെ മാറ്റിത്തരാം, ഞാൻ വേറെയും ഡോക്ടേഴ്സിനെയൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടറെ തന്നെ വിളിച്ചു. ഞാൻ കിംസിലും ഉള്ളൊരു ഡോക്ടറിനോട് ചോദിച്ച് അവരൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു.